ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പവർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിച്ചേനെ. ഒരു മാജിക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് ഇന്നത്തെ ദിവസം. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു ഫയറി എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും, എനിക്കത് വേണമെന്ന് വെച്ചാൽ വേണം എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫയറി ആയിട്ടുള്ള എനർജി ഉള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്പെല്ലോ എന്തെങ്കിലും മാനിഫെസ്റ്റേഷനോ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പവർഫുള്ളി വർക്ക് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം ഈ ഒരു തോട്ട്സ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. എന്തെങ്കിലും സ്പെല്ല് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാർക്കും എല്ലാം നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ സക്സസ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ സ്ട്രോങ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ലാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മദറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു പ്രഷർ കിട്ടുന്നതായിട്ട്, മദറിൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ നിങ്ങളെ മാരേജിന് വേണ്ടി പ്രഷർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ മദർലോയുടെ കൂടെ എന്തെങ്കിലും ഒരു സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും. അവരുടെ കൂടെ എന്തെങ്കിലും ഒരു അവരുടെ ഒരു സംസാരം നിങ്ങളുടെ കൂടെ ഇന്ന് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സിംഗിൾ ആണെങ്കിൽ മാരേജിന് വേണ്ടി നിങ്ങളുടെ മദറോ നിങ്ങളുടെ അമ്മൂമ്മയോ മദറിൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ നിങ്ങളെ പുഷ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും വലിയൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നവരാണെങ്കിലോ കോഴ്സ് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിലോ നിങ്ങളുടെ ഗുരുവിൽ നിന്ന് എന്തോ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ആ ബാഡ് ന്യൂസ് കിട്ടിക്കാണും, അത് കാരണം നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഡിവൈൻ്റെ ഇടപെടൽ കാണുന്നുണ്ട്. ഡിവൈൻ്റെ ഇടപെടലിൽ നിങ്ങൾക്ക് എന്തോ ഒരു ബാഡ് ന്യൂസ് ഈ ഒരു ദിവസം ഫുള്ളായിട്ട് എപ്പോഴെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു സഡനായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ഒരു എനർജിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ വളരെ ബാഡായിട്ട് തോന്നും ആ ഒരു ചേഞ്ച്, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് എന്ന്. അതായത് അന്ന് എനിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്നതാണ്. കൂടാതെ ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യണം. നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഫൈനാൻഷ്യൽ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഇല്ല എങ്കിൽ എഡ്യൂക്കേഷനിൽ അല്ല എങ്കിൽ ലവ് ലൈഫിൽ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യണം, ഇമാജിനേഷൻ ചെയ്യണം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ പവർഫുള്ളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് പവർഫുള്ളി വർക്ക് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്, നിങ്ങളുടെ വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും ജോലി 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 എന്ന് പറയുന്ന ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവരുടെ ലോകത്തില്ല. ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കാം ഉണ്ടാവുക ഇവർക്ക്. മെസ്സേജ് ഇവർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചിലപ്പോൾ ചെയ്തിട്ട് പറയുമായിരിക്കാം എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇത്രയും ലേറ്റ് ആകുന്നത്, എന്ത് കാരണമാണെന്ന് അവർ നിങ്ങളോട് പറയുന്നതാണ്. ഒന്നുകിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരുന്നു കാണും, ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കാണും, അത് കാരണമായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇത്രയും ലേറ്റ് ആയത്
എന്താണോ കാര്യം അത് നിങ്ങളോട് മെസ്സേജിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ സഡൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും ഞാൻ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തു ഇന്നത്തെ ദിവസം എന്ന് പറയുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ പുറത്ത് എവിടെയെങ്കിലും കാണാൻ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുന്നു എന്ന്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ഒരു സാധനം കളവ് പോകുന്നതായിട്ടോ അല്ല എങ്കിൽ ഇവരുടെ കള്ളത്തനം എന്തോ പുറമേ ആൾക്കാർ കണ്ടുപിടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ നിങ്ങളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവർ നിങ്ങളെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട് എന്നാണ്. അതായത് ഒരെണ്ണം അവസാനിക്കുമ്പോൾ മറ്റൊരെണ്ണം വരുന്നു. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ റിലേഷൻഷിപ്പിൽ ആരുടെയോ കണ്ണ് വന്നു, അത് കാരണമാണ് ഇത്രമാത്രം സാഹചര്യങ്ങൾ, അതായത് മോശമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നു. ഇവിടെ ഓവറോൾ എനർജി ന്യായത്തിൻ്റെയാണ്. ഇവർ നിങ്ങൾക്ക് ന്യായം തരുവാൻ ആഗ്രഹിക്കുന്നു, കൂടാതെ നിങ്ങളിൽ നിന്ന് ന്യായം ആഗ്രഹിക്കുന്നുമുണ്ട് ഇവർ. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. എന്തൊക്കെ ഒബ്സ്റ്റിക്കിൾസ് വന്നാലും ഞാൻ അതിനെ നേരിടും, എന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സണ് ന്യായം കൊടുക്കും എന്നുള്ള ഹോപ്പ്ഫുള്ളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ബാക്കി 25% ആൾക്കാരുടെയും പേഴ്സൺ വളരെയധികം കള്ളങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. അവർ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു, നിങ്ങളെ ചതിക്കുന്നു. നിങ്ങളല്ലാതെ തന്നെ അവർക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു അവർ. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ സ്ട്രോങ് ആക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷനിൽ നോക്കുക ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളോട് സത്യമാണോ പറഞ്ഞത് അതോ കള്ളമാണോ പറഞ്ഞത് എന്ന്. കൂടാതെ അവരുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.